back to Best Cousins BC. I am back, guys. അപ്പോൾ ഗൈസ് ഇന്നും വേറൊരു മൂവി റിവ്യൂ ചെയ്യാണ്. ടോപ്പ് ഗൺ മാവറിക് 4DXൽ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്. ടോപ്പ് ഗൺ എന്നാണ് സിനിമയുടെ പേര്. ഞാൻ ബേസിക്കലി കണ്ടിട്ടില്ല കേട്ടോ ടോപ്പ് ഗൺ, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ രണ്ടാം ഭാഗമായത് റിലീസ് ചെയ്തിട്ടുണ്ട്. 40 കൊല്ലത്തെ ആനിവേഴ്സറി എന്ന് പറഞ്ഞത്. അതായത് ടോപ്പ് ഗൺ ഫസ്റ്റ് ഭാഗം ഇറങ്ങിയത് 1986 ആണ്. അപ്പോൾ 2026 40 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു ആനിവേഴ്സറി എന്ന് പറയുന്നത് റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടോപ്പ് ഗൺ മാവറിക്കും ഇറങ്ങിയത്. അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങി റിലീസ് ചെയ്തു. അപ്പോൾ ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് IMAXലും പിന്നെ 4DXലാണ്. ഞാൻ 4DXലാണ് കണ്ടത്. സാധാരണ 4DXൻ്റെ ടിക്കറ്റ് പ്രൈസ് ഏകദേശം 480, 3Dക്കാണെങ്കിൽ 450 ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിന് 200 രൂപ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോയി കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് IMAXലും അവൈലബിൾ ആണ്, 4DXലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് IMAX ആണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ 4DXനെക്കാട്ടിലും. കാരണം 4DX അങ്ങനെ ഒരു ഇമ്മൻസ് എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷേ IMAX അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. IMAX നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ ഇതുവരെ IMAX പോയിട്ടില്ല. ഇവിടെ കൊച്ചിയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ലതാണെന്നൊക്കെയാണ് കേട്ടത്. നല്ല അവിടെ IMAXൻ്റെ വില കണ്ട് സെയിം തന്നെ കണ്ടാണ്. 700 രൂപ കണ്ടായിരുന്നു. ഈ അവതാറിനൊക്കെ 1200 രൂപയ്ക്ക് അത്ര കണ്ട് പോയായിരുന്നു. പക്ഷേ ഇതിന് 450 ആ റേഞ്ചിലാണ് നിൽക്കണം. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ഗൺ മാവറിക്കിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല പടമാണ്. ടോം ക്രൂസ് ഫാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം. ടോം ക്രൂസിൻ്റെ ആളാണെങ്കിൽ നല്ല ഒരു അവസാനമൊക്കെ ഒരു നൈസ് സീനാണ്. ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ടോപ്പ് ഗൺ മാവറിക്കിന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെയായിട്ട് ഞാൻ ടോപ്പ് ഗൺ മാവറിക്ക് കണ്ടിട്ടില്ല. ടോപ്പ് ഗണ്ണും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ഇതായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല, ചെറിയൊരു കണക്ഷനുള്ളൂ. അതെനിക്ക് കുറച്ചൊക്കെ ആയിട്ട് അറിയാം. അപ്പോൾ അവസാനമൊക്കെ ഒരു സീനുണ്ട്, ഭയങ്കര സീനാണത്. അതൊക്കെ ശരിക്കും 4DXൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ സീറ്റൊക്കെ ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ പ്ലെയിനൊക്കെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുമ്പോൾ സീറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതാവും. അത് ഞാൻ നൈസായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്നോ പെയ്യുമ്പോൾ സ്നോ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി 4DXൽ. അപ്പോൾ 200 രൂപയ്ക്കൊക്കെ അത്യാവശ്യം വെർത്താണ്. 200 രൂപയിലുണ്ട്. 450 വെച്ചാൽ എനിക്ക് അത്ര പറയാനില്ല, കുഴപ്പമില്ല എന്നായിരിക്കും ഞാൻ പറയണം. അധികം കൂടുകയാണെങ്കിൽ ഭയങ്കര ഇതാവും. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ തൊട്ടാണ് 4DXൽ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ 3 സിനിമകൾ ഞാൻ കണ്ടേക്കുന്നത് അവതാർ, പിന്നെ ടോപ്പ് ഗൺ, പിന്നെ അതുപോലെ തന്നെ മുഫാസയാണ്. ഈ 3ൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മിക്കവാറും മുഫാസ ആയിരിക്കും. എനിക്ക് അത് എന്താണെന്നറിയില്ല, ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനത് ആദ്യമായിട്ടായിരുന്നു 4DX എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ എനിക്ക് മുഫാസ ആയിരുന്നു ഇഷ്ടമായത്. പിന്നെ അവതാർ എന്ന് പറയുന്നത് ശരിക്കും 4DX ഇങ്ങനെ ഇരിക്കുമ്പോൾ 3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ IMAXൽ അവതാർ എന്ന് പറയുമ്പോൾ വേറൊരു ഇതാണ്. കാരണം അവതാർ ഇങ്ങനെ ഒരു വിഷ്വലി സംഭവം തന്നെയാണ്. വിഷ്വലി ട്രീറ്റ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം തന്നെയാണ് അവതാർ. അത് 4DXൽ അധികം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. പക്ഷേ 4DX തന്നെയാണ് ഇത് കണ്ടത്. കാരണം IMAXലൊക്കെ ഭയങ്കര വിലയാണ്. 1200 രൂപ കണ്ടായിരുന്നു അവതാറിന്. അപ്പോൾ ടോപ്പ് ഗണിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ നൈസായിരുന്നു. അവസാനത്തെ സീനൊന്നും രക്ഷയുണ്ടായില്ല. ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പോകുന്നത് രക്ഷയില്ലാത്ത സീനായിരുന്നു അവസാനമൊക്കെ. അത് ആൾക്കാർ കാണുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ടോം ക്രൂസിൻ്റെ ചില സംഭവമുണ്ട്. പിന്നെ കുറച്ച് ഹിലേറിയസ് മൂവ്മെൻറ്റ്സ്, പിന്നെ പൊട്ടിച്ചിരിക്കുന്ന ഒരു ലൈറ്റായിട്ട് അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. പിന്നെ ടോം ക്രൂസിൻ്റെ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നൈസായിരുന്നു പടം. സോ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് 4DXൽ ഇല്ലെന്ന്, അതായത് ഈ ടോപ്പ് ഗൺ 4DXൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ട് പുതിയൊരു സ്റ്റാർ വാർസിൻ്റെ ഏതൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് 4DXൽ വെച്ചിട്ട് ടോപ്പ് ഗൺ ഇപ്പോൾ IMAXൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണം. അറിയില്ല, 4DXൽ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, സോ ഇത്ര ഉള്ളൂ എനിക്ക് ടോപ്പ് ഗൺ മാവറിക്കിനെ കുറിച്ച്. ഓക്കെ, ബൈ.